വിശദമായ വാർത്തയിലേക്ക്. മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്ന ചടങ്ങിന് എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ തുടക്കമായി. ദിവ്യബലിയിൽ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയാണ് മദർ ഏലീശ. വല്ലാർപാടം ബസിലിക്കയിൽ നിന്ന് സഹിൻ ആന്റണിയും അനിൽക സെയ്ദും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക്. സഹിൻ, ഒരുപാട് വിശ്വാസികൾക്ക് ഒരു പുണ്യദിനമായി കാണുന്ന സമയം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സന്യാസിനി വാഴ്ത്തപ്പെട്ടവളായി മാറുകയാണ്. തീർച്ചയായിട്ടും രജീഷ്, കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശിഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം കേരളത്തിലെ അങ്ങോളമുള്ള വിശ്വാസികളും സഭാപിതാക്കന്മാരും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. വാഴ്ത്തപ്പെട്ടവളെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതിനുള്ള അവസാന പടിയാണ് വാഴ്ത്തപ്പെട്ടവളെന്ന് പറയുന്നത്. എന്തായാലും ലിറ്റർജി സഭയിലെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോബച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛോ, എന്തൊക്കെയായിരിക്കും ഈ ചടങ്ങുകൾ, എങ്ങനെയൊക്കെയായിരിക്കും ഇന്ന് വിശദമാക്കൂ? പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ പ്രതിനിധിയായ പെനാങ് രൂപതയുടെ, മലേഷ്യയിലെ പെനാങ് രൂപതയിലെ ആർച്ച് ബിഷപ്പുമായിട്ടുള്ള കർദിനാൾ ഫ്രാൻസിസ് സെബാസ്റ്റ്യനാണ് ഇന്ന് ഏലീശോമ്മയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നത്. വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭയിൽ അൾത്താര വണക്കത്തിനായി ഒരു ക്രൈസ്തവനെ ഉയർത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. ഒരു വിശുദ്ധൻ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടു മുൻപത്തെ ഒരു സ്റ്റേജാണ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ദിവ്യബലി മധ്യേ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ്, അദ്ദേഹം പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ പ്രതിനിധിയായിട്ടാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം മലേഷ്യയിലെ പെനാങ് രൂപതയുടെ അധ്യക്ഷനാണ്. ഇന്ന് അതിനുശേഷം പ്രഖ്യാപനത്തിന് ശേഷം വാഴ്ത്തപ്പെട്ട ഏലീശോമ്മയുടെ തിരുശേഷിപ്പ് ഔദ്യോഗികമായിട്ട് സഭയെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കർദിനാളിനെ ഏൽപ്പിക്കുകയും കർദിനാൾ അത് ഇന്ന് അനാച്ഛാദനം ചെയ്യുന്ന ഏലീശോമ്മയുടെ ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ തിരുസ്വരൂപമാണ് പിന്നീട് എല്ലാ ദിവ്യബലിയുടെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സംവഹിച്ചുകൊണ്ട് ബസിലിക്കയിലേക്ക് വരികയും അത് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ഏൽപ്പിക്കുകയും മെത്രാപ്പോലീത്ത അത് ഔദ്യോഗികമായിട്ട് അൾത്താര വണക്കത്തിനായി ഏലീശോമ്മയെ യോഗ്യയാക്കിയിരിക്കുന്നു എന്നതിൻ്റെ സൂചകമായിട്ട് ബസിലിക്കയുടെ അൾത്താരയിൽ ആ രൂപം പ്രതിഷ്ഠിക്കുന്നു. ഒരു പക്ഷേ ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഭാരതത്തിലെ ലത്തീൻ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം ഏകദേശീയയായിട്ടുള്ള ഭാരതീയയായിട്ടുള്ള ഒരു വിശുദ്ധ, അത് ഭാരതത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ്. സന്യാസം സ്വീകരിച്ചിട്ടുള്ള ആദ്യ വനിതയാണ്, ഭാരതത്തിലെ ആദ്യത്തെ വനിതയാണ്. അതുകൊണ്ട് തന്നെ ഏലീശോമ്മയുടെ പ്രസക്തി വളരെ വലുതാണ്. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിന്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏലീശോമ്മ നൽകിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സംഭാവനകൾ, അതൊക്കെ വളരെയധികം അംഗീകരിക്കപ്പെടുകയും ലോകം മുഴുവൻ ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ഈ ഏലീശോമ്മയുടെ പ്രത്യേകത എന്ന് തോന്നുന്നു. അത് തന്നെയാണ് നമ്മൾ സഭ മുന്നിലേക്ക് വെക്കുന്നതും. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു വക്താവായിട്ട് ഏലീശോമ്മയെ കണക്കാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇനി എങ്ങനെയാണ് പുരോഹിതരടങ്ങുന്ന, ബിഷപ്പുമാരടങ്ങുന്ന സംഘം പ്രധാന വേദിയിലേക്ക് ചെല്ലും? നമ്മൾ ഏകദേശം ഒരു 500ഓളം സഹകാർമ്മികരായിട്ടുള്ള വൈദികരും 60ഓളം മെത്രാന്മാരും പിന്നെ വിവിധ സന്യാസ സഭകളുടെ സുപ്പീരിയർമാർ ഉൾപ്പെടെ ഉള്ള ഒരു സഹകാർമ്മികരാണ് ഇന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുക. അവരിപ്പോൾ പ്രദക്ഷിണമായിട്ട് പ്രധാന അൾത്താരയിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ദിവ്യബലി ആരംഭിക്കുകയും ചെയ്യുന്നു. ദിവ്യബലിയുടെ മധ്യയാണ് ഈ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടത്തുന്നത്. മുഖ്യമായിട്ടും ഇത് പരിശുദ്ധ പിതാക്കന്മാരാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പ്രാദേശിക സഭയിലായതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മലേഷ്യയിലെ പെനാങ് അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള കർദിനാൾ ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ, അദ്ദേഹമാണ് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹത്തിന് വല്ലാർപാടവുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഒറിജിനലി അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ, ആൻസെസ്റ്റേഴ്സ് ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലേഷ്യയിലേക്ക് കുടിയേറുകയും ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ പിന്തുടർക്കാരൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. തൃശ്ശൂർ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിന്
കേരളത്തിലേക്ക് എത്തുക, തന്റെ ജന്മഭൂമിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ ഒരു സ്ത്രീയിൽ, ഏലിശാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായി എന്നാണ് പറയുക. അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അവർ ജീവിതത്തിൻ്റെ സമഗ്രമായ മേഖലകളിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ്. കാരണം അവരൊരു ഭാര്യയായിരുന്നു, അവരൊരു വിധവയായിരുന്നു, അവരൊരു സിംഗിൾ മദറായിരുന്നു, അവരൊരു സഹോദരിയായിരുന്നു. ഇതെല്ലാം ഈ ജീവിതത്തിൻ്റെ ഒരു സ്ത്രീ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലൂടെയും കടന്നു പോയിട്ടാണ് പിന്നീട് ആ സ്ത്രീ ഒരു സന്യാസിനിയായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സന്യാസ സഭയുടെ സ്ഥാപികയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ നാനാവിധമായിട്ടുള്ള ആ മേഖലകളെ സ്പർശിച്ച് കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഏലിശാമ്മ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മുഖമായിരുന്നു മദർ എലീഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഉള്ള ഒട്ടുമിക്ക വിശ്വാസികളും ഇങ്ങോട്ടേക്ക് എത്തുന്ന നമ്മൾക്ക് കന്യാസ്ത്രീകളുണ്ട്. അവരോടൊക്കെ തന്നെ ചോദിക്കുക, എന്താണ് ഇന്നത്തെ ഒരു ദിവസം, എങ്ങനെയാണ് കാണുന്നത്? വലിയ സന്തോഷമാണ്. വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന ഒരു കാര്യമാണ്. ഒരു വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് നാളായി പരിത്യാഗങ്ങളും പ്രാർത്ഥനയുമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇനി വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുക, അതും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പദവിക്ക് തൊട്ടു താഴെയുള്ള ഒരു പദവിയാണ്. 4 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കേണ്ടതായിരുന്നു, എന്നാൽ അല്പം വൈകിയിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. അല്പനേരത്തിനുള്ളിൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം വല്ലാർപാടം പള്ളിയിൽ ഈ നടക്കുന്ന ദിവ്യകുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്, അതായത് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി ഈ മലേഷ്യൻ രൂപതയിലെ മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴപ്പള്ളിയാണ്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ സ്വദേശിയാണ്, ഒപ്പം തന്നെ ഒരു മലയാളിയാണ്. ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ലത്തീൻ ആരാധനക്രമത്തിലായിരിക്കും കുർബാന മുന്നോട്ട് പോകുക. കുർബാന മധ്യേ വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യയായ മദർ എലീശയുടെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴപ്പള്ളി വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തും. വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അപ്പോസ്റ്റോലിക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ജെയിലി സന്ദേശം നൽകും. കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യർ മദർ എലീഷയെ തിരുസ്വരൂപം അനാവരണം ചെയ്യും. തുടർന്ന് മദറിൻ്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശരി സഹിൻ, ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഒരുപാട് കുട്ടികളെയും സ്ത്രീകളെയും സന്യാസിനികളെയും ഒക്കെ കാണാം. അതുകൂടി ഈ നിമിഷം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ച ആ അച്ഛൻ കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട ഒരാൾ കൂടിയാണ് ഏലിശാമ്മ. കാരണം ആ കാലഘട്ടം കൂടി നമ്മൾ പറയണം. 1800-കളിലാണ് ഈ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസിനി സഭ ഏലിശാമ്മ തുടങ്ങിയതും. എന്തായാലും അതുകൂടി ആ കാലഘട്ടത്തിൽ കൂടി ജീവിതത്തിലെ സമസ്ത മേഖലകളിലും സാധാരണ ഇതിലൊരു സ്ത്രീ അനുഭവിക്കുന്ന, ഒരു സാധാരണ സ്ത്രീ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ച ഒരാൾ കൂടിയാണ്. കാരണം 16-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു, 20 വയസ്സിൽ വിധവയാകുന്നു, അതിനുശേഷം ഒരു കുഞ്ഞിനെ വളർത്തുന്നു. പിന്നീടാണ് ഈ സഭ, സന്യാസിനി സഭ തുടങ്ങാനുള്ള പ്രേരണയൊക്കെ തുടങ്ങുന്നത്. അനിൽക്ക സെയ്ദ് കൂടി ചേരുകയാണ് അവിടെ നിന്ന്. അനിൽക്ക, ഒരുപാട് സ്ത്രീകളെ കാണാം. കാരണം കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളായി മാറാൻ പോകുന്നത്. തീർച്ചയായിട്ടും യുജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ വല്ലാർപാടം ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ബസിലിക്കയിലേക്ക് ഇപ്പോഴും, അതായത് വിശ്വാസികളും ഈ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കേണ്ട വിശിഷ്ട വ്യക്തികളടക്കം ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടി 4 മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അല്പനേരം വൈകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കേണ്ട വിശിഷ്ട വ്യക്തികളടക്കം, അതായത് ലിയോ 14 പാപ്പയുടെ പ്രതിനിധി, മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നത്. അദ്ദേഹം നേരം മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നടക്കം ഈ വിശ്വാസികളും അതോടൊപ്പം തന്നെ മറ്റു ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 4 മണിക്കായിരുന്നു പരിപാടി ആരംഭിക്കുമെന്ന് പറയുന്നത്. അതിന് ചെറിയൊരു കാലതാമസം നേരിടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ
മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസികളടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ പരിപാടി നടക്കുന്ന എറണാകുളം വല്ലാർപാടത്തെ ബസിലിക്കയിൽ എത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലിയോ 14 പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് ഈ പരിപാടിക്കകത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അതോടൊപ്പം നേരത്തെ ഈ സഭയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പതിവാണ് മദർ ഏലീശയുടേത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ കത്തോലിക്ക സഭയ്ക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു നിമിഷം കൂടിയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന പ്രധാനപ്പെട്ട കർദിനാൾമാർ ഉൾപ്പെടെ ഈ പരിപാടിക്കകത്ത് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റർ ഏലീശ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതായത് വിദ്യാഭ്യാസത്തിനും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരു സംഭാവന നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സന്യാസിനി കൂടിയാണ്. കേരളത്തിലെ പ്രഥമ സന്യാസിനി സഭയുടെ സ്ഥാപക കൂടിയാണ്. കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി സ്കൂൾ അടക്കം സ്ഥാപിക്കുകയും ചെയ്തു. 2008 മാർച്ച് 6 ദേവദാസിയായി ഈ ഏലീശയെ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്നത്. 2023 ചടങ്ങുകൾക്ക് തുടക്കമാകാൻ പോവുകയാണ്. വിവിധ അതിരൂപതകളുടെ കർദിനാൾമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട ആളുകൾ എല്ലാവരും ആ ചടങ്ങ് നടക്കുന്ന വല്ലാർപാടം ബസിലിക്കയിലേക്ക് വരികയാണ്. നേരത്തെ തീരുമാനിച്ചതുപോലെ 4 മണിക്കായിരുന്നു തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ഇത് അല്പസമയം വൈകുന്നു എന്നതാണ്. ഇപ്പോൾ ആ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ വൈദികർ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിൽ വിശ്വാസി സമൂഹം അവിടത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ നിമിഷം കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ആ 18-ാം നൂറ്റാണ്ടിൽ തന്നെ നടത്തിയ ആദ്യത്തെ സന്യാസിനി സഭ ഇന്ത്യയിൽ രൂപീകരിച്ച ഏലീശാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി നടത്തുന്ന ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. ദിവ്യബലി ചടങ്ങുകൾക്ക് ഇടയിലായിരിക്കും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉണ്ടാവുക.